നമ്മൾ അവരോടാണോ ഫോർഗീവ് ചെയ്യേണ്ടത്, നമ്മൾ നമ്മളോടാണോ ഫോർഗീവ് ചെയ്യേണ്ടത്? നമ്മളൊരു തെറ്റായ റിലേഷൻഷിപ്പിൽ ഇരുന്ന കാരണം നമ്മൾ ഫോർഗീവ് ചെയ്യാനാണ് പഠിക്കുന്നത്. അവർക്ക് എങ്ങനെ അവര് ലൈക്ക് ഒരു വളരെയധികം തെണ്ടിത്തരം കാണിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ അവരടുത്ത് ക്ഷമിച്ചു കൊടുക്കാൻ പറയുന്നതിൽ അർത്ഥമില്ല. അത് അതായത് നമ്മൾ ആ പ്രശ്നത്തെ നിസാരവൽക്കരിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വില കുറച്ചാണ് നമ്മള് ഓക്കെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് നമ്മൾ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ സിറ്റുവേഷനിൽ അതെ ഞാനും കൂടെ ലൈക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു മിസ്റ്റേക്കില് പെട്ടുപോയി. അതിന് ഞാൻ എന്നോട് തന്നെ പുറത്തു കൊടുക്കുക. അതായത് ഞാൻ എനിക്ക് ബൗണ്ടറി വെക്കാത്തതിലും ഞാൻ എന്നെ തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം കൊടുത്തതിനും ഒക്കെ നമ്മളോട് തന്നെ ക്ഷമ പറയുക. നമ്മളോട് തന്നെ ഫോർഗീവ്. അതാണ് ശരിക്കും ഫോർഗീവ് എന്നുള്ള ഒരു എന്താ പറയാ ഒരു ശരിയായ മെത്തേഡ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ അവരെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്യാ വേണ്ടത്. അങ്ങനെ ചെയ്ത ആളുകളെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ദം. കാരണം അവർക്ക് ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ല. നമ്മൾക്ക് മനസ്സിലായി ചിലപ്പോൾ അവർ ക്യാരക്ടർലെസ് ആയ ആളുകളായിരിക്കാം, ചിലപ്പോൾ അവർ ഒരു രീതിയിലും അവരെ പറ്റി തന്നെ വലിയ ബോധമില്ലാത്ത ആളുകളായിരിക്കാം. ഇങ്ങനത്തെ ആളുകൾ എന്തിനാണ്? പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി ഹാവ് ടു റെസ്പെക്ട് ദെയർ ആൻഡ് അവർ പ്രൈവസി. അതൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്, നമ്മൾക്ക് ഒരു ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണത്. ഞാൻ ഇതിൽ എനിക്കൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ